2011 നിയമസഭാ ബഡ്ജറ്റിലാണ് അന്ന് ധനമന്ത്രിയായ എൻ്റെ നേതാവ് മാണി സാറിനോട് ഞാനിങ്ങനെ സൂചിപ്പിച്ചു, പുതിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ കൂടി ഒരു മെഡിക്കൽ കോളേജ് വേണം. ഇപ്പം കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള റോഡ് ഇന്ന് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്വാറന്റൈൻ എന്നതിനേക്കാൾ ഉപരിയായി ലോക്ക്ഡൌൺ വന്നത് പട്ടിണിയാകുന്നുണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ ഓർക്കുന്നുണ്ട്. ഭയപ്പെടരുത്, നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് കൂടെയുണ്ട്. മിക്കവാറും ഒരു മാസത്തോടെ കഴിയുമ്പം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഏതാണ്ട് 12-14 കിലോമീറ്ററിന് തേനിയിൽ എത്തത്തക്ക ഒരു തുരങ്കപാതയ്ക്ക് വേണ്ടിയാണ്, അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണ് 10 കോടി രൂപ മാറ്റിവെച്ചത്. കാഞ്ഞാർ, മൂലമറ്റ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് 116 കോടിയുടെ പദ്ധതി ഈ വരുന്ന 22-ാം തീയതി 23 ഉദ്ഘാടനം ചെയ്യുക. രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇറിഗേഷൻ മ്യൂസിയം 25 ഏക്കർ സ്ഥലത്ത് ഇടുക്കിയിൽ. അങ്ങനെ ഇടുക്കിയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇനി എന്ത് ചെയ്യണം? മാണി സാറ് പാലക്കാരോട് പറയാറുണ്ട്, ഇനി എന്താണ് ഇവിടെ വേണ്ടത്? സാധാരണക്കാർക്കും അതോടൊപ്പം ജീവിത നിലവാരം കുറെ കൂടി മെച്ചപ്പെടുത്താൻ, ദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ശ്രമം ആരംഭിച്ചു, അതിദാരിദ്ര്യാവസ്ഥ അവസാനിപ്പിച്ചു.